എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് മാർച്ച് 2025. Ace of Cups, King of Swords, Four of Swords, Fool card, Knight of Swords and Three of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏസ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലാണ്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ ഒത്തിരി ഹരാസ് ചെയ്യുന്ന, നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന, നിങ്ങളെ ഒത്തിരി ഉപദ്രവിക്കുന്ന, മാനസികമായിട്ടും നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ഒക്കെ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു രക്ഷ നേടുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ നിങ്ങളെ എന്തിനും ഏതിനും താഴ്ത്തിക്കെട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പ്രതികൂലിക്കുന്ന, അനാവശ്യമായിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്ന, മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അവരുടേതായിട്ട് കർമ്മം അല്ലെങ്കിൽ കർമ്മഫലം ലഭിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കർമ്മഫലം ലഭിക്കുന്നു എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി വിട്ടുപോകുന്നത്, ജോലിയിൽ നിന്ന് മാറിപ്പോകുന്നത്, ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവാം. മറ്റ് ചിലരെ സംബന്ധിച്ച് അവർക്ക് ഒരു ടെർമിനേഷനും കാര്യങ്ങളും ആവാം സംഭവിക്കുന്നവർക്ക്. അവരുടേതായിട്ടുള്ള കർമ്മം ലഭിക്കുന്നു എന്ന് പറയാം. അതായത് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉപദ്രവം ഒഴിഞ്ഞു പോകുന്ന സമയം എന്ന് തന്നെ പറയാം. സ്കൂൾ കോളേജിലൊക്കെ ബുള്ളിയും കാര്യങ്ങളൊക്കെ നേരിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും മറ്റുമൊക്കെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഫലം ചെയ്യുന്ന, അതായത് നല്ല ഫലം ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിനൊരു തൃപ്തി, പ്രത്യേകിച്ച് ചില ആളുകളെ സംബന്ധിച്ച് മക്കളെ ചൊല്ലി സങ്കടം അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒത്തിരി തൃപ്തി തരുന്ന കാര്യങ്ങളായിരിക്കും. മക്കളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്ന സാഹചര്യം. വിവാഹബന്ധത്തിൽ പലരെയും സംബന്ധിച്ചൊരു മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവം സഹിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ബന്ധം വേർപിരിയലിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരോ അല്ലെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കേസ് കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നുണ്ട്. മാർച്ച് മാസത്തിലെല്ലാം തൃപ്തികരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ അത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് ഫൂൾ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട്, വളരെ ഒരു സാധ്യതകളുള്ളൊരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത്. അതായത് പലരെയും സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു ഒഴുക്കിനൊത്തൊരു നീന്തലാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന സമയമാണ്. നിങ്ങളെങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യാനൊരു ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടുന്ന അവരെ സംബന്ധിച്ച് നല്ല ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ജനിക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയും. സ്വയം ഒരു വിശ്വാസം ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നു. അതേപോലെ നിങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഒരു ചെറിയ മടിയാണ്. അതായത് അതുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയാൽ തോറ്റുപോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കും, അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നേറുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പലരെ സംബന്ധിച്ച് യാത്രകളുടെ ഒരു സമയമാണ് ഈ ഒരു മാസം. ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. ഒത്തിരി സന്തോഷം തരുന്ന സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നത് യാത്രകൾ, വലിയൊരു സന്തോഷം നിങ്ങൾക്ക് യാത്രകളിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു സഞ്ചാരം എന്നുള്ള അതായത് ഒരു യാത്ര എന്ന് പറയുന്നത് ജീവിതയാത്ര, അതായത് ജീവിതത്തിൽ ഒരു പുതിയ യാത്ര പുറപ്പെടുന്നു എന്നുള്ള രീതിയിലാവാം.
ഒരു പക്ഷേ ഒരു ട്രിപ്പായിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്ന എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്രയാവാം, അതായത് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതും മറ്റു രാജ്യത്തേക്ക് ജോലി കിട്ടിയിട്ട് പോകുന്നതും അങ്ങനെയുള്ളൊരു പുതിയൊരു യാത്ര, ജീവിതത്തിൽ ഒരു പുതിയ യാത്ര പുറപ്പെടുന്നു എന്നുള്ള രീതിയിലും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. പൊതുവിലൊരു ഒത്തിരി സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ നൽകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. തൃപ്തികരമായിട്ടുള്ള അനുഭവങ്ങൾ, പല കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ നടക്കാതെ മുന്നോട്ടേക്ക് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 4 ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് പലരെയും സംബന്ധിച്ചിടത്തോളം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ കുട്ടികളുടെയോ ഒക്കെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കാം അടുത്തിടയ്ക്ക് വരെ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി ഹോസ്പിറ്റൽ യാത്രകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യം എന്തുകൊണ്ടോ ആരോഗ്യം ശരിയല്ല എന്നുള്ളൊരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾ ഒത്തിരി അലട്ടുന്നൊരു ഒരു സാഹചര്യമായിരുന്നിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഒത്തിരി നല്ല ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും മിക്കവാറും ഒക്കെ പനിയും കാര്യങ്ങളൊക്കെ വരുന്നവർ, പനിയൊന്നും വലിയ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങളാണെങ്കിൽ പോലും വലിയ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാത്ത, അല്ലെങ്കിൽ ഫാമിലിയെ ബാധിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു സമാധാനം ലഭിക്കുന്ന മാസമാണ്. ഓക്കെ. അതേപോലെ കിങ് ഓഫ് സോർട്സ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. പ്രമോഷൻ സാധ്യതകൾ ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുമ്പോൾ പ്രമോഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജോലിയിലാണ് എങ്കിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ശമ്പള വർധനവ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ മുന്നേറുന്നു എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ആഘോഷമാകാം. അപ്പോൾ ഇത് പലതരത്തിലുള്ള ആഘോഷം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയുടെ എന്തെങ്കിലും ഒരു ആഘോഷമായിട്ടും കാണുന്നുണ്ട്. എന്തൊരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം, ഒരുമിച്ച് നിങ്ങൾ ഒത്തുകൂടിയിട്ട് കണ്ടുമുട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായതിൻ്റെ ആഘോഷമോ കാര്യങ്ങൾ, എന്തെങ്കിലും ഓർഗനൈസേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇത്ര വർഷമായതിൻ്റെ ആഘോഷമോ, എന്തെങ്കിലും ഒരു കൂട്ടായ്മയുടെ ആഘോഷം എന്നുള്ള രീതിയിലും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു ഫീലിംഗ് കാണിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ അതിൽ നല്ല പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയുമാകാം ഇത് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ പ്രണയകാര്യങ്ങളാവാം, വിവാഹ സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ വിവാഹം കാര്യങ്ങളൊക്കെ റെഡിയാകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യമാകാം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. ഒത്തിരി തൃപ്തികരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തിയും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഇൻസ്പിറേഷനായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നത് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉയർച്ചയുടെ പടവുകൾ കയറുന്നൊരു മാസം തന്നെയാണ്. ഇനി നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വീട്ടമ്മമാരായിട്ടുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിലും ഒരു അച്ചീവ്മെൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഒരു തൃപ്തികരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. വീട്ടിലേക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന, സന്തോഷം തരുന്ന കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.